ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 38ാമത്തെ ശ്ലോകം നോക്കാം. ജാനന്ത ഏവ ജാനന്തോ കിം ബഹൂക്ത്യാ ന മേ പ്രഭോ മനസ്സോ വപുഷോ വാചോ വൈഭവം തവ ഗോചര. നമ്മൾ കഴിഞ്ഞ 37 ശ്ലോകങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ബ്രഹ്മാവ് ഭഗവാന്റെ മഹത്വത്തെ, ലീലകളെയൊക്കെ പല 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 രൂപത്തിൽ പല പല വാക്കുകൾ കൊണ്ട് അങ്ങനെ വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഒടുവിൽ 38ാമത്തെ ശ്ലോകം എത്തിയപ്പോൾ ബ്രഹ്മാവ് തന്നെ തോറ്റു പിൻവാങ്ങുന്ന ഒരു കാഴ്ച പോലെയാണ് നമുക്ക് കാണുന്നത്. കാരണം ബ്രഹ്മാവിന് അപ്പോഴാണ് ഒന്ന് മനസ്സിലായത്, ബ്രഹ്മാവ് പറഞ്ഞാൽ തീരുന്നതല്ല, പൂർണ്ണമാകുന്നതല്ല ആ ഭഗവാന്റെ മഹത്വമെന്ന്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ജാനന്ത ഏവ ജാനന്തോ. ജാനന്തഹ എന്ന് പറഞ്ഞാൽ അറിയുന്നവര്, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ, അറിയുന്നവര് തന്നെ, ജാനന്തോ അറിയട്ടെ, കിം ബഹൂക്ത്യ, ബഹു ഉക്ത്യ ധാരാളമായി പറഞ്ഞതുകൊണ്ട്, ഞാനിങ്ങനെ ഇത്രയേറെ പറഞ്ഞതുകൊണ്ട്, കിം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്തു ഫലമാണ്, ന മേ പ്രഭോ. ന എന്ന് പറഞ്ഞാൽ അല്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം. മേ എൻ്റെ, പ്രഭോ എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായുള്ളവനെ, സർവസമർത്ഥനായുള്ളവനെ. മനസ്സോ വപുഷോ വാചോ, മനസ്സഹ മനസ്സിനും, വപുഷഹ ശരീരത്തിനും, വാചഹ വാക്കിനും, വൈഭവം തവ ഗോചരഃ വൈഭവം ഭഗവാനെ അവിടുത്തെ മഹാത്മ്യം, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ഗോചരഃ എന്ന് പറഞ്ഞാൽ അത് വിഷയമാവുക, അത് പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയുക. ന ഗോചരഃ എന്ന് പറഞ്ഞാൽ വിഷയമല്ല. അതായത് ഇവിടെ പറയുക, അറിയുന്നവര് തന്നെ ഭഗവാനെ അറിഞ്ഞോട്ടെ. ഭഗവാന്റെ ആ മഹത്വത്തെ പറഞ്ഞു തീർക്കുവാൻ ബ്രഹ്മാവ് അശക്തനാണ്. ഇവിടെ അറിയുന്നവരൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറയാൻ കാരണം, ബ്രഹ്മാവ് പറയുകയാണ്, എൻ്റെ നേത്രങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നേത്രാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ അവിടുത്തെ മഹാത്മ്യ വൈഭവത്തെ അറിയാനോ, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് അത് പറയാനോ, ഇനി മനസ്സുകൊണ്ട് അത് ചിന്തിക്കാനോ, വേദഗർഭനായിട്ടുള്ള അവിടുത്തെ വൈഭവത്തെ എനിക്കിതിനൊന്നും കഴിയുന്നില്ല ഭഗവാനെ. അപ്പോൾ ചിലർ തങ്ങൾ ഭഗവാനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അറിഞ്ഞു എന്ന് പറയുന്നവരെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തു കൊള്ളട്ടെ. എനിക്ക് ആവുന്നില്ല ഭഗവാനെ, ഞാൻ അറിയുന്നു. ത്രിവിധ കരണങ്ങൾ കൊണ്ടും വിഷയമല്ലാത്ത അങ്ങയുടെ വൈഭവത്തെ അറിയാനോ, മനനം ചെയ്യുവാനോ, പറയുവാനോ കഴിയുന്നതല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ഭഗവാന്റെ ആ മഹാത്മ്യത്തിൻ്റെ വലിപ്പം ബ്രഹ്മാവ് ശ്രോതാക്കൾക്ക് പൂർണ്ണമായും കാണിച്ചു തരുന്നു. 4 വേദങ്ങളും കൈകളിലുള്ള ബ്രഹ്മാവിനു പോലും വേദഗർഭനായിട്ടുള്ള ഭഗവാന്റെ മഹത്വത്തെ പൂർണ്ണമായും അറിയുവാനോ, മനസ്സിലാക്കുവാനോ, വർണ്ണിക്കുവാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അനന്തമാണ്, ആഴമേറിയതാണ് ആ മഹത്വമെന്ന് ആ ഒരു ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജാനന്ത ഏവ ജാനന്തു കിം ബഹൂക്ത്യാ ന മേ പ്രഭോ മനസ്സോ വപുഷോ വാചോ
വൈഭവം തവ ഗോചര. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. ഗോചര എന്ന് പറയുന്നിടത്ത് ഗോചര വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇവിടെ ബ്രഹ്മാവ് തൻ്റെ സ്തുതിയുടെ അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നാരായണീയത്തിലും ഇതുപോലെ ഒരു രംഗം കാണാം. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ കഥകൾ, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം തുടങ്ങിയവയുടെയൊക്കെ മഹത്വം പല ലീലകളിലൂടെ വർണ്ണിച്ചതിന് ശേഷവും 100ാമത്തെ ദശകത്തിലെത്തിയപ്പോൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത് അജ്ഞാത്വാ തേ മഹത്വം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ മഹത്വം എനിക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. നോക്കൂ, സാക്ഷാൽ ഭഗവാനെ കൺമുൻപിൽ കണ്ടു. ഒടുവിൽ ഭഗവാൻ, കാരുണ്യവാനായ ഭഗവാൻ തൻ്റെ രൂപത്തെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ടും ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത് എനിക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ സർവവ്യാപിയായുള്ള ഭഗവാനെ, അവിടുത്തെ മഹത്വത്തെ എന്നാണ് പറഞ്ഞത്. അത്രമാത്രം മഹത്തരമാണ്, അത്രമാത്രം ശ്രേഷ്ഠമാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനാവാത്തതായിട്ടുള്ള, വിചിന്തനം ചെയ്ത് അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള സർവശക്തന്റെ മഹത്വം. ഇവിടെ ബ്രഹ്മാവും സ്തുതിച്ചിട്ട് ബ്രഹ്മാവിനും പറയുവാൻ അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 39ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവദൃക് ത്വമേവ ജഗതാം നാഥോ ജഗതേ തത്തവാർപ്പിതം. അനുജാനീഹി മാം കൃഷ്ണ. അനുജാനീഹി, അനുഗ്രഹിച്ചാലും. കഴിഞ്ഞ ഒരു ശ്ലോകത്തോടു കൂടി തന്നെ ആ പൂർണ്ണ സമർപ്പണം നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ മുന്നിലുള്ള ബ്രഹ്മാവിൻ്റെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ അനുഗ്രഹിച്ച് എന്നോട് ആജ്ഞാപിച്ചാലും ഭഗവാനെ, അതായത് ഇത്ര നേരവും ഭഗവാന്റെ മുൻപിൽ വന്ന് ഭഗവാന്റെ ഈ ലീലയൊക്കെ കണ്ട് മതിമറന്ന് നിന്നിരുന്ന ബ്രഹ്മാവ് ഭഗവാനോട് പറയുക, എന്നോട് അവിടുന്ന് ആജ്ഞാപിച്ചാലും. ഭഗവാനെ പരീക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചതായിരുന്നു ബ്രഹ്മാവ്. ഇപ്പോൾ പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ച് അവിടുന്ന് ആജ്ഞാപിച്ചാലും. എന്തിന്? തിരിച്ചു പോകുവാൻ, ഇനി സത്യലോകത്തിലേക്ക് തിരികെ പോകണമല്ലോ. അപ്പോൾ അതിന് അവിടുന്ന് ആജ്ഞാപിച്ചാലും എന്ന് പറയുക. മാം കൃഷ്ണ, മാം എന്നെ, കൃഷ്ണ അല്ലയോ ആനന്ദരൂപനായിട്ടുള്ളവനെ ഭഗവാനെ, സർവം ത്വം വേത്സി സർവദൃക്, സർവം എല്ലാം, ത്വം ഭഗവാനെ അവിടുന്ന്, വേത്സി അറിയുന്നു. കാരണം സർവദൃക്, എല്ലാത്തിലും എല്ലായിടങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും ദൃക്രൂപനായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് എല്ലാം അറിയുന്നു, എല്ലാം അറിയുന്നവനാണ് അവിടുന്ന്. അപ്പോൾ ഈ ഉള്ളവൻ്റെ അവിവേകം കൊണ്ട് അങ്ങയെ ഒന്ന് പരീക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അവിവേകിയായ അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈ എൻ്റെ അവിവേകത്തെയൊക്കെ പുറത്ത് എന്നോട് പോകാൻ ആജ്ഞാപിച്ചാലും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ത്വമേവ ജഗതാം നാഥോ, ത്വമേവ, ത്വം ഏവ അങ്ങ് തന്നെയാണ്, ജഗതാം ഈ ജഗത്തിന്, നാഥോ ഈ ലോകങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ളത്, സംരക്ഷകനായിട്ടുള്ളത് അവിടുന്ന് തന്നെയാണ്. ജഗതേതത്തവാർപ്പിതം, ജഗത് ഏതത് തവ അർപ്പിതം,
ജഗത് എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഏതത് എന്ന് പറഞ്ഞാൽ ഈ ലോകം തവ അർപ്പിതം, തവ അങ്ങേക്ക് അർപ്പിതം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഈ ജഗത്ത് മുഴുവൻ തന്നെ അങ്ങയുടെ മുൻപിൽ വിധേയഭാവത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഈ ഉള്ളവന്റെ അവിവേകം കൊണ്ട് ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള അവിടുത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ ഈ അവിവേക ബാലൻ ഇറങ്ങി തിരിച്ചുവല്ലോ. എല്ലാം അറിയുന്ന അവിടത്തേക്ക് അറിയാമല്ലോ, അവിടുത്തെ പുത്രനാണല്ലോ, അവിടത്തിൽ നിന്നും ജന്മം കൊണ്ടവനാണല്ലോ ഈ ഉള്ളവൻ. അതുകൊണ്ട് ഒരു പിതാവ് എപ്രകാരം പുത്രനോട് ക്ഷമിക്കുമോ അതുപോലെ അവിടെ നീയുള്ളവനോടും പുറത്ത് പോകുവാൻ ആജ്ഞാപിച്ചാലും ഈ ജഗത്ത് സ്വയം തന്നെ അങ്ങയുടെ മുൻപിൽ സമർപ്പിത ഭാവത്തിൽ നിലകൊള്ളുന്നു. അങ്ങനെ ഇരിക്കെ അങ്ങ് സൃഷ്ടിച്ച ഈ ജഗത്ത് അങ്ങയുടെ മുൻപിൽ സമർപ്പണ ഭാവത്തിൽ കുടികൊള്ളുമ്പോൾ അങ്ങ് സൃഷ്ടിച്ച ഞാനാകട്ടെ അവിവേകം കാണിക്കുവാൻ പുറപ്പെട്ടുവല്ലോ എന്നൊരു കുറ്റബോധം, ഒരു ഏറ്റുപറച്ചിൽ കൂടി ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം. അങ്ങാകട്ടെ എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങയുടെ ഈ ഒരു മഹത്വത്തെ, ജ്ഞാന ഐശ്വര്യാദി ശക്തികളെയൊക്കെയും അറിയുന്നതും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങേക്ക് മാത്രമാണ്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഈ നാഥനായി വാഴുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രേരണയാൽ, അങ്ങയുടെ സഹായത്തോടുകൂടി എന്നാൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രപഞ്ചം തന്നെ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ദേഹം കൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാനെ അവിടത്തേക്കുള്ള സമർപ്പണമായി മാറണമേ എന്ന ഒരു അപേക്ഷ കൂടി ഈ ശ്ലോകത്തിലൂടെ നമ്മളെ കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനോട് ചെയ്യിക്കുകയാണ്. ആ ഗോകുലത്തിലുള്ളവരൊക്കെയും എല്ലാ കർമ്മങ്ങളും ഭഗവാനെ മാത്രം വിചാരം ചെയ്തുകൊണ്ട് ആ കൃഷ്ണന് വേണ്ടി മാത്രമായിരുന്നു അവരുടെ എല്ലാ കർമ്മങ്ങളും. ബാക്കിയുള്ളവയൊക്കെയും ഇപ്പോൾ വെണ്ണയെടുക്കുന്നതാണെങ്കിലും പാലാണെങ്കിലും തൈരാണെങ്കിലും ഒക്കെ അവർ ചെയ്യുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ആ കൃഷ്ണനുണ്ണിക്ക് വേണ്ടിയായിരുന്നു. ബാക്കിയുള്ളവയൊക്കെ പ്രാരബ്ധങ്ങൾ കൊണ്ട് ചെയ്യേണ്ടി വരുമ്പോഴും മറ്റു ഗൃഹജോലികൾ ചെയ്യുമ്പോഴും എളുപ്പം അതെല്ലാം തീർത്തിട്ട് ഭഗവാനെ അവിടത്തേക്ക് വേണ്ടി വെണ്ണയും പാലും തൈരും ഒക്കെ എടുക്കുന്നതിനുള്ള അത്യുത്സാഹത്തോടുകൂടി പ്രാരബ്ധങ്ങൾ ഏൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനു വേണ്ടി കർമ്മം ചെയ്യുവാൻ ആ ഉത്സാഹത്തിമിർപ്പോടുകൂടി ചെയ്യുന്നതെല്ലാം അവിടത്തേക്കുള്ള സമർപ്പണമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്തതായിരുന്നു ഈ സർവകർമ്മങ്ങളും. ഇങ്ങനെ ഈ ഒരു പരോക്ഷമായ അപേക്ഷയോടുകൂടി ഈ ഭാവം തനിക്കും ഉണ്ടാകണമേ എന്നൊരു അപേക്ഷയാണ് ബ്രഹ്മാവ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവദൃക് ത്വമേവ ജഗതാം നാഥോ ജഗദേതത്തവാർപ്പിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജഗദേതത്തവാർപ്പിതം, ജഗത്ത് ഏതത് തവ അർപ്പിതം, 4 വാക്കുകൾ വരുന്നുണ്ട്. പദം പിരിക്കണ്ട, പക്ഷെ അവിടെ വായിക്കുമ്പോൾ ജഗദേതത്തവാർപ്പിതം, താ കൂട്ടക്ഷരമാണ്. അതുപോലെ ജഗദേതത്, അവിടെ എകാരം നീട്ടിയെടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്.
ഇനി അടുത്തത് 40-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.